അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകെ അടിയും കൊണ്ട് പുളിയും കുടിച്ചിരിക്കുന്ന വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. അയാളുടെ ജീവിതത്തിൽ ഇത്രയധികം വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടാവില്ല. ഇറാൻ എന്ന ഒരു സർവാധികാര രാജ്യത്തിന്റെ മേല് അധികാരം സ്ഥാപിച്ച് അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ട്രംപിന് സ്വന്തം അധികാരം നഷ്ടപ്പെടുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം, മിക്കവാറും എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളാണ്. ബ്രിട്ടന്, ഫ്രാൻസ്, ജർമ്മനി, അങ്ങനെ കുറെ രാജ്യങ്ങൾ. ആ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങളൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതിന് അപ്പുറം പോകില്ലായിരുന്നു. എന്നാൽ ഇറാനിൽ കളി മാറുന്നത് നമ്മൾ കണ്ടത്. ഇറാൻ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അമേരിക്ക ഇവരെയൊക്കെ യുദ്ധത്തിന് വിളിച്ചു. അവരാരും വന്നില്ല, ഒറ്റപ്പെട്ടു പോയി. അവസാനം അമേരിക്കയ്ക്ക് വൻ നാശമുണ്ടായി. വൻ നാശം എന്ന് പറഞ്ഞാൽ 1046 വിമാനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. എല്ലാം കൂടി F-35 F-15 ഒക്കെ അതിനകത്ത് വിടും. 2000 കോടിയുടെ ഡ്രോണൊക്കെ അതിനകത്ത് വരും. ഇതിനെയൊക്കെ തകർത്തത് വെറും 10-20 ലക്ഷം രൂപ വരെയുള്ള ചെറിയ ചെറിയ പീട്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇറാൻ തകർത്തതെന്ന് ആലോചിക്കണം. ഇറാന് യുദ്ധത്തിൽ സാമ്പത്തികമായിട്ട് നഷ്ടമൊന്നുമില്ല. അവർക്ക് അവരുടെ രാജ്യത്ത് ഇവരുണ്ടാക്കിയിട്ടുള്ള അതിക്രമങ്ങളിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ. സൈനിക നഷ്ടമൊന്നും ഇറാനില്ല. അതേസമയം ഇസ്രായേലിനും അമേരിക്കയ്ക്കും വൻപിച്ച സൈനിക നഷ്ടം ഉണ്ടായി. ഇസ്രായേലിലെ പട്ടാളക്കാർ ഒരു ഭാഗം ഇല്ലാതായിപ്പോയി, നാശമായിപ്പോയി, മരിച്ചുപോയി. അതുപോലെ അമേരിക്കന്റെ സൈനിക ശേഷി നല്ലൊരു ഭാഗം നഷ്ടപ്പെട്ടു പോയി. ഇതാണ് അമേരിക്കൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുള്ള, അമേരിക്കൻ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ട്രംപ് ഉണ്ടാക്കി കൊടുത്ത സംഭാവന. ഇത് ആർക്കറിയില്ല എന്നുണ്ടെങ്കിലും അമേരിക്കൻ ജനതയ്ക്ക് അറിയാമല്ലോ. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഇനി ഇമാരുള്ള പണികളൊന്നും വേണ്ട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചില തീരുമാനങ്ങളെടുത്ത് നിർത്തിയിരിക്കുന്ന വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. ട്രംപിന്റെ സ്വന്തം പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള US സെനറ്റില് ട്രംപിന്റെ പ്രമേയം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിയാൽ മതി എത്രത്തോളമാണ് എന്ന്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 4 സെനറ്റർമാർ തന്നെ ട്രംപിനെതിരെ മാറി വോട്ട് ചെയ്തു. 48-നെതിരെ 50 വോട്ടുകൾക്ക് ട്രംപ് പരാജയപ്പെടുകയും ചെയ്തു. അതായത് ഈ പ്രമേയത്തിലൂടെ ഇറാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ സെനറ്റ് ട്രംപിനോട് ആവശ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, പ്രസിഡന്റിന്റെ യുദ്ധ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കാൻ വേണ്ടിയിട്ട് US കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തു എന്നാണ്. അതായത് ഇന്ന് വരെ അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. അതായത് ഇത്തരത്തിലൊരു തീരുമാനം ഇതുവരെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് നേർക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്രംപായിട്ട് അതുണ്ടാക്കുകയും ചെയ്തു. ഇതൊരു പ്രതീകാത്മകമായിട്ടൊരു തീരുമാനമാണെന്ന് പറഞ്ഞാൽ പോലും അമേരിക്കൻ ജനതയ്ക്കിടയിൽ ട്രംപിനുണ്ടായിരുന്ന ഒരു സ്വാധീനമുണ്ട്. പാർട്ടിന്റെ എന്തോ ആയിക്കോട്ടെ, ആ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു, ഒരു താരപരിവേഷം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇടിഞ്ഞ് കുത്തുപാള എടുത്തു പോയി ട്രംപ്. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന നവംബറിലെ ഒരു മിഡ് ടേം തെരഞ്ഞെടുപ്പുണ്ട്, മിഡ് ടേം ഇലക്ഷൻ. അതിൽ ഈ പാർട്ടിയെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു തുറുപ്പ് ചീട്ട് അല്ല ഇനി ട്രംപ് എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ചിന്ത ശക്തമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതുവരെ ട്രംപിനെ എടുത്തു വെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞിരുന്നത്. നമുക്കറിയാലോ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എടുത്തു വെച്ചുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ. ഇതുപോലെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അവരുടെ പാർട്ടിയും, ഏത് ഈ ട്രംപിന്റെ പാർട്ടിയും, ട്രംപ് എന്ന ആ ഒരു വ്യക്തി ആ ഒരു തലത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നേരെ തലകുത്തി താഴേക്ക് വീണിട്ടുള്ളത്. ഏതായാലും ട്രംപിന്റെ വിശ്വരൂപം ഈ വാർത്ത കേട്ടപ്പോ വളരെ പ്രകോപിതനായിട്ട് വല്ലാതെ പൊട്ടിത്തെറിച്ച വാർത്തയും അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. മുമ്പ് പ്രതിപക്ഷമായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടിക്കാരെ മാത്രം ദേശവിരുദ്ധരെന്ന് വിളിച്ചിരുന്ന ട്രംപ് ഇപ്പോ തനിക്കെതിരെ വോട്ട് ചെയ്ത സ്വന്തം പാർട്ടിക്കാരെ പോലും അതേ പേര് വിളിച്ചിട്ട് ആക്ഷേപം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എന്തൊക്കെയാണ് പറയുന്നത്. ഇറാനെ എന്തൊക്കെയാണ് പറയുന്നത്, ഇറാൻ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെ പച്ച നുണ അടിച്ചുവിടുന്ന, തൊള്ളപടായി അടിച്ചുവിടുന്ന ആ ട്രംപ് സ്വന്തം പാർട്ടിക്കാരെയും തന്നെ താനാക്കി മാറ്റിയുള്ളവരെയും അങ്ങനെ തെറി വിളിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇറാനുമായിട്ടുള്ള അമേരിക്കയുടെ താല്പര്യം അത് സെൻട്രലിൽ ചർച്ച ചെയ്യുമ്പോൾ ഇവർ ഭാര വെക്കുന്നു എന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ നിലവിൽ ട്രംപിന് അമേരിക്കയിൽ അത്ര കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാനെ തൊട്ടു കൈപ്പൊള്ളി എന്ന് തന്നെ ഒറ്റ വാക്യത്തിൽ നമുക്കത് പറയാം. ഈ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനോട് ഇത്രയേറെ അടുപ്പമുള്ള മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ഇല്ല, ചരിത്രത്തിൽ ഇല്ല. കഴിഞ്ഞ 2025 ജൂൺ മാസത്തില് നെതന്യാഹു നൽകിയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് ട്രംപ് ഇറാന്റെ ആണവ നിലയങ്ങളിൽ ആക്രമണം നടത്തിയത് ഒന്ന് നോക്കിയാൽ മതി, ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇസ്രായേൽ പറയുന്നത് കേട്ട് യുദ്ധം ചെയ്യുന്ന ഒരാളല്ല അമേരിക്ക. അങ്ങനെ അല്ലായിരുന്നു. അമേരിക്ക എപ്പോഴും താൻ പോരുമത്വം കൊണ്ട് മേലെ നിൽക്കുന്ന ആൾ, താൻ കോയ്മ, അത് മുകളിൽ ഇങ്ങനെ നിൽക്കും. ഞങ്ങൾ പറയും നിങ്ങൾ ചെയ്യണം, ചെയ്യും എന്നതാണ്, അല്ലെങ്കിൽ ചെയ്യിക്കും. ഇതായിരുന്നു അവരുടെ ശീലം. അങ്ങനെ
ഇസ്രായേലിനെ കൂടെ നിർത്തിയെന്നേ ഉള്ളൂ. കാരണം ഈ ആയുധ കച്ചവടവും മറ്റു കാര്യങ്ങളും നടക്കണമല്ലോ. മാത്രമല്ല കള്ളക്കാരന് കൊള്ളക്കാരന് തീവ്രവാദിയും തന്നെയാണ് കൂട്ട്. ആ നിലയിൽ ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് നിന്നതുമാകാം. ഏതായാലും നെതന്യാഹുവിന്റെ വാക്കും കേട്ടിട്ട് ഇറാനിൽ അടിയന്തരമായിട്ട് ഒരു ഭരണമാറ്റം കൊണ്ടുവരണമെന്നും അവിടെ പുതിയ ഒരു അനുകൂല ഒരു സർക്കാരിനെ ഇറാഖിൽ ചെയ്തതുപോലെ അമേരിക്കൻ ഇസ്രായേൽ അനുകൂല ഒരു സർക്കാരിനെ കൊണ്ടുവരാമെന്നും അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ അവിടെയുള്ള ഭരണാധികാരിയെ കൊന്നുകഴിഞ്ഞാൽ പുതിയൊരു സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അതൊക്കെ മോഹിച്ചുമൊക്കെ തന്നെയാണ് ട്രംപ് യുദ്ധത്തിന് ഇറങ്ങിയതും. ഇറാന്റെ ശക്തമായ തിരിച്ചടി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നട്ടല്ലൊടിച്ചു എന്ന് മാത്രമല്ല അവരുടെ പ്രഹരശേഷി കുറയ്ക്കാനും ഒടുവിൽ 107 ദിവസം നീണ്ട യുദ്ധത്തിനൊടുവിൽ ട്രംപ് വളരെ പെട്ടെന്ന് വെടിനിർത്താൻ ഉത്തരവിടുകയും അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കുകയും ചെയ്തു. വേറെ നിവൃത്തിയില്ല അവർക്ക്. അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ള അത്രയും നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിട്ടുള്ള അത്രയും സൈനിക നഷ്ടങ്ങൾ ഇറാൻ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്കും നഷ്ടമുണ്ടായിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവരുടെ വ്യോമസേന യുദ്ധവിമാനങ്ങളൊക്കെ തകർന്നിട്ടുണ്ട് കുറച്ചൊക്കെ. പിന്നെ കുറച്ച് കപ്പലുകളൊക്കെ ട്രംപിന്റെ നാവികസേന മുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കപ്പലുകൾ വിമാനങ്ങൾ മാത്രം വെച്ച് യുദ്ധം ചെയ്യുന്ന പഴയ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് രാജ്യത്തിന്റെ സുരക്ഷയെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പെഷസ്കിയാൻ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞു. നിങ്ങൾ മേലെ നിന്ന് ബോംബിടുന്ന പോലെ അല്ല കാര്യങ്ങൾ. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ടാർഗറ്റ് ചെയ്ത് അയക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും കയ്യിലുണ്ടെങ്കിൽ ഏത് വലിയ രാജ്യത്തെയും കുഴപ്പത്തിലാക്കാമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കാം. അതാണ് അവർ ചെയ്തത്. അവരൊരു വിമാനത്തിലും ബോംബ് കൊണ്ടുപോയി എവിടെ ഇട്ടില്ല. ഒരു വിമാനത്തിൽ എവിടെ ഒന്നും തകർത്തില്ല. അവരുടെ മിസൈൽ പ്രഹരം അത് കൃത്യമായി കൊള്ളനെടുത്ത് കൊള്ളിച്ചുകൊണ്ട് അവർ ആ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി. അമേരിക്കയെയും ഇസ്രായേലിനും കീഴ്പ്പെടുത്തി. ഏതായാലും ട്രംപ് വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ ഇറാനിൽ സംഭവിച്ചത്. ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് ഇറാനെ അടിച്ച് ഉടച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ തലപൊക്കാൻ കഴിയില്ല എന്നും അവിടെ അമേരിക്കൻ അനുകൂല ഒരു ഭരണം വരുമെന്നൊക്കെ ആയിരുന്നു സ്വപ്നം. എന്നാൽ തന്റെ രണ്ടാമത്തെ വരവ് തന്നെ കൈവിട്ടു പോകും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എന്ന് എത്തിച്ചപ്പോ ഇപ്പോൾ ട്രംപ് അത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ട്രംപ് സാധാരണ പാഠം പഠിക്കാറൊന്നുമില്ല. അദ്ദേഹം സ്വന്തം വഴിക്ക് പോകാറുള്ളൂ. ഒരു ബിസിനസ്സുകാരനാണ്. ഒരു പരമ്പരാഗത രാഷ്ട്രീയത്തെയും ഒരു മെയിൻ സ്ട്രീം പൊളിറ്റിക്സിനെയൊന്നും അയാൾ ഉൾക്കൊള്ളുന്നില്ല. അതിനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ടാണ് 2016 വന്ന് ജയിച്ചതും 2020 വരെ പ്രസിഡന്റ് ആയതും. പിന്നീട് ജോ ബൈഡനോട് തോറ്റെങ്കിലും വീണ്ടും മത്സരിച്ച് ജയിച്ചു. ഇതൊരു അപൂർവ ചരിത്രമാണ്. നയതന്ത്ര രാഷ്ട്രീയക്കാരെ പോലെ സൂക്ഷിച്ച് സംസാരിക്കാതെ കൈവിട്ട അഭിപ്രായങ്ങൾ നടത്തുന്നതിൽ കുപ്രസിദ്ധനാണ് ട്രംപ്. മുമ്പ് വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മെഡുറോയെ ഭാര്യ ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിനിടയിൽ പിടികൂടാൻ ട്രംപിന് കഴിഞ്ഞു. അതേ നീക്കം ഇറാനിൽ നടക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ ട്രംപിന്റെ മുഖമടച്ച് അടിച്ചു എന്ന് മാത്രമല്ല ട്രംപിന്റെ ഉള്ള പല്ലും കൂടെ കൊഴിഞ്ഞു പോവുകയും ചെയ്തു. ഏതായാലും 107 ദിവസം നീണ്ട ഈ യുദ്ധം കാരണം ഗൾഫിൽ വലിയ തകർച്ചയുണ്ടായി. സഖ്യകക്ഷികളായിട്ടുള്ള സൗദി, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ട് റഷ്യയും ചൈനയും ഈ ഗൾഫ് രാജ്യങ്ങളിലും ഇറാനിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു. ഇറാന് ആയുധങ്ങൾ നൽകി റഷ്യയും ഇന്റലിജൻസ് വിവരങ്ങൾ നൽകി ചൈനയും ഒപ്പം നിന്നു. ഈ ഏഷ്യൻ ശക്തികളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയിൽ ഇറാൻ അമേരിക്കയോട് ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മനസ്സിലാകാൻ കുറച്ച് വൈകിപ്പോയി എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദിയായിട്ടുള്ള ട്രംപിന്റെ വലം കൈ JD വാൻസ് അടക്കമുള്ളവർ ഇപ്പോൾ അസ്വസ്ഥതയിലാണ്. കാരണം 2028 പ്രസിഡന്റ് ആകാൻ ഇപ്പൊ കുപ്പായം തന്നെ വെച്ചിരിക്കുകയാണ് JD വാൻസ്. എന്നാൽ ഈ യുദ്ധ നാണക്കേടിന്റെ ഉത്തരവാദിത്വം വാൻസിനും വരുന്നത് കൊണ്ട് അടുത്ത തവണ ഡെമോക്രാറ്റുകളെ തോൽപ്പിക്കുക അത്ര എളുപ്പമൊന്നും ആവില്ല. ഇപ്പോ ട്രംപ് തന്റെ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറിയും അടുത്ത വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായി ഉയർത്തിക്കാട്ടുന്ന മാർക്കോ റൂബിയോയെ UAE, സൗദി തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണ്. യുദ്ധത്തിൽ പരിക്കേറ്റിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളെ സമാധാനിപ്പിച്ച് കൂടെ കൂട്ടാനാണ് ഈ നീക്കം. ഏതായാലും ട്രംപ് തനിക്കിനി ഭരണമില്ല എന്നുണ്ടെങ്കിലും തന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു അനുയായി അവിടെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം ട്രംപിന്റെ എല്ലാ ചണ്ടിത്തരങ്ങൾക്കും കൂട്ടുനിന്ന വാൻസ് കാലിൽ തൂക്കി നിലത്തെറിയപ്പെട്ടു എന്നാണ്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പോൾ പാർലമെന്റ് അടുത്ത ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും JD വാൻസും വലിച്ചെറിയപ്പെടും എന്ന് സാരം. നോക്കണേ, ഒരു രാജ്യത്തെ അവിടെ പശ്ചിമേഷ്യയിൽ കിടന്ന ഒരു സാധാരണ ഒരു രാജ്യം ഇറാൻ, ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാക്കരുന്ന ഒരു രാജ്യം, അതിനെ കയറി ചൊറിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ different angles. Don't forget to subscribe and support this channel.